Hello students, welcome back. Group 17 elements. Halogens ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഹാലോജൻസിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി the next is chlorine. Okay, chlorine is the second element of halogens, group 17 elements. Fluorine ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോമ്പൗണ്ട്സും ഫ്ലൂറിനും നമ്മുടെ സിലബസിൽ ഇല്ല. ക്ലോറിൻ അതേപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഈ രണ്ട് ടോപ്പിക്കാണ് ഇനി ഹാലോജൻസിൽ ബാക്കിയുള്ളത്. Okay, first of all the preparation of chlorine. Chlorine is Cl2. How can we prepare Cl2 in the laboratory as well as how can we prepare industrially? Okay, first of all the method of preparation is by heating manganese dioxide MnO2 with concentrated HCl. When MnO2 is heated with concentrated HCl, okay, ഇതിലുള്ള Cl മാംഗനീസുമായിട്ട് കമ്പൈൻ ചെയ്യും and you will get MnCl2. Okay, also chlorine will be formed and there is the formation of two molecules of water. Okay, MnO2 plus 4HCl gives MnCl2 plus Cl2 plus 2H2O. ഇവിടെ HCl എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തെടുക്കാം? We can also take NaCl plus H2SO4. NaCl plus H2SO4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് HCl ആണ്. ഓക്കെ, അപ്പോൾ അതേ സെയിം റിയാക്ഷൻ അവിടെ നമുക്ക് കിട്ടും. സോ NaCl plus MnO2 ആൻഡ് H2SO4. MnO2 plus NaCl plus H2SO4 അവിടെ നമുക്ക് MnCl2 പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത പോലെ Cl2 പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു H പ്ലസ് പോയിട്ട് ഓരോ സൾഫ്യൂരിക് ആസിഡ് ഒരു H പ്ലസ് പോയിട്ട് അതിലേക്ക് Na വന്നിട്ട് NaHSO4. സോ NaCl plus MnO2 plus H2SO4 gives MnCl2 plus NaHSO4 plus 2H2O plus Cl2. ഓക്കെ, അപ്പോൾ വേർഡ്സിലും ഇക്വേഷൻ രണ്ടും വേണമെന്നുള്ളതാണ് റൂള്. പക്ഷേ ഐദർ രണ്ട് എഴുതിയാലും രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആൻഡ് അനദർ മെത്തേഡ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് HCl ഓൺ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡും HCl ഉള്ളതുപോലെ തന്നെ മാംഗനീസിൻ്റെ ഒരു പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് HCl ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? Cl2 കിട്ടും. ഇവിടെയും MnCl2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ K ഉള്ളതുകൊണ്ട് KCl-ഉം H2-ഉം. ഇവിടെ MnCl2 Cl2 and H2 ആണ്. ഇവിടെ MnCl2 Cl2 and H2 ആണ്. ആൻഡ് ഇവിടെ K പ്ലസ് എന്ന് പറയുന്ന കാറ്റയോൺ ഉള്ളതുകൊണ്ട് യു വിൽ ഗെറ്റ് KCl ഓൾസോ. ഓക്കെ, ആൻഡ് ദീസ് ആർ ത്രീ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ്. ഓക്കെ, അതിൽ ചിലപ്പോൾ ചോദിക്കുക എനി വൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് Cl2 ആയിരിക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക്കലി അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താൽ കഴിഞ്ഞ 10 വർഷത്തിലൊന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പോലും വന്നിട്ടില്ല. എന്നാലും നിങ്ങളത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫ്രം NaCl ആൻഡ് കോൺസെൻട്രേറ്റ് H2SO4, ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫ്രം പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് മാനുഫാക്ചർ. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ യു മാനുഫാക്ചർ ക്ലോറിൻ എന്നുള്ളതാണ്. അതിൽ ഡീകോൺസ് പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാനുഫാക്ചർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്. ഓക്കെ, കൊമേഴ്ഷ്യലി ഹൗ ക്യാൻ യു പ്രിപ്പയർ ക്ലോറിൻ, അവിടെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. യു മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് that's also from HCl plus O2 in the presence of CuCl2 catalyst at a higher temperature. Oxidation of hydrogen chloride ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ് ഇൻ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് CuCl2 catalyst. അവിടെ എന്താവുന്നു? Cl മൈനസ് Cl2 ആവുന്നു. O2ഉം ഈ ഹൈഡ്രജനോട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുന്നു. അനദർ വൺ ഇലക്ട്രോലിറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ ആണ്. വാട്ട് ഈസ് ബ്രൈൻ ഈസ് കോൺസെൻട്രേറ്റഡ് NaCl ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് NaClൻ്റെ ഇലക്ട്രോളിസിസ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രോ മെറ്റലർജിയിൽ നമ്മൾ മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോറിൻ എവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു? ആനോഡ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ചോദിച്ചാൽ അത്ര എഴുതിയാൽ മതി. വെൻ ക്ലോറിൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ ഈസ് കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷൻ ആൻഡ് ക്ലോറിൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? ഇറ്റ് ഈസ് എ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. Chlorine is a greenish yellow gas with pungent and suffocating odor, pungent and suffocating smell, and it is heavier than air. The density is greater than that of air and they are highly soluble in water. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ക്ലോറിൻ്റെതാണ്. ക്ലോറിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചോദിക്കൽ കുറവാണ്. ഓക്കെ, ക്ലോറിൻ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ക്ലോറൈഡുകൾ ഫോം ചെയ്യും.
ഓക്കെ, അതേപോലെ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോൺ മെറ്റൽ ക്ലോറൈഡുകളും ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെ കൊടുക്കാത്തൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യവും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കാൽഷ്യം +2, ക്ലോറിൻ അവിടെ എല്ലാം -1 കാണിക്കും. ആൻഡ് ദേ ആർ ഫോമിങ് CaCl2. അപ്പോൾ Ca + Cl2 gives CaCl2. വെരി സിമ്പിൾ റിയാക്ഷൻ. അതേപോലെ Mg + Cl2 gives MgCl2. ഓക്കെ, അതേപോലെ അലൂമിനിയം Cl ആണ് എങ്കിൽ അലൂമിനിയം +3 ക്ലോറിൻ -1 അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AlCl3 ആണ്. അപ്പോൾ അവിടെ നമുക്ക് 2Al + 3Cl2 gives 2AlCl3, Na + Cl2 gives NaCl, Fe + 3Cl2 gives FeCl3. And phosphorus, the formula is P4. It is tetraatomic and that is giving PCl3. Okay, P4 + 6Cl2 gives PCl3. Sulfur is S8 + 4Cl2 gives 2S2Cl2. That is called sulfuryl chloride. ആണത്. Okay, sulfuryl chloride. And H2 + Cl2 gives 2HCl. Okay, that is the reaction of chlorine with metals and non-metals. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, 1-2 എക്സാമ്പിൾസ് ഈസ് മോർ ദാൻ ഇനഫ്. അനദർ ഇത് ഈ കൂട്ടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ദിസ് ടു. ക്ലോറിൻ റിയാക്റ്റഡ് വിത്ത് എക്സസ് അമോണിയ. ക്ലോറിനും അമോണിയ കൂടുതൽ എടുക്കുകയാണ്. അമോണിയ നിങ്ങൾ നോക്കുക, ഇവിടെ 8:3 എടുത്തിരിക്കുന്നത്. എക്സസ് അമോണിയ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അമോണിയം ക്ലോറൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് N2. ഇനി നിങ്ങൾ ക്ലോറിനാണ് എക്സസ് എടുക്കുന്നതെങ്കിൽ 1:3 പ്രപ്പോർഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് NCl3 ആണ്, നൈട്രജൻ ട്രൈ ക്ലോറൈഡ്, ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സ്പ്ലോസീവ്. ഒരു പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്, ഐ തിങ്ക് ഇൻ സേ എക്സാം. Chlorine reacted with ammonia to form an explosive. What is that explosive എന്ന് ചോദിച്ചിട്ടുണ്ട്. That is nitrogen trichloride, NCl3 ആണ്. Okay, so with excess chlorine, with minimum amount of ammonia, it's forming NCl3, and with excess ammonia, with the minimum amount of chlorine, they are giving ammonium chloride and N2, nitrogen gas. And next, with cold dilute alkali. ആൽക്കലിയുമായിട്ട് രണ്ട് രീതിയിൽ, ഒന്ന് കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി, മറ്റ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ഓക്കെ, ഇവിടെ ഡൈല്യൂട്ട് ആൽക്കലിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൽക്കലീൻ്റെ എമൗണ്ട് കുറവാണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ്, ആൽക്കലീൻ്റെ എമൗണ്ട് കൂടുതലാണ്, അത് ഹോട്ടുമാണ്. NaOH and Cl2 ഫോമിങ് രണ്ട് കേസിലും NaCl പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോക്ലോറൈറ്റ് ആണ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, NaOCl. എന്നാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്ലോറേറ്റ് ആണ്, സോഡിയം ക്ലോറേറ്റ്. ക്ലോറേറ്റ് എന്ന് വെച്ചാൽ ClO3- ആണ്, ClO3-. ഇവിടെ ClO3-. ഹൈപ്പോക്ലോറൈറ്റ് എന്ന് വെച്ചാൽ ClO- ആണ്, ClO-. അത് Naൻ്റെ കൂടെ ആകുമ്പോൾ NaOCl അല്ലെ NaClO. ഓക്കെ, ഇവിടെ NaClO3. രണ്ട് കേസിലും NaCl ഉണ്ടാകുന്നുണ്ട്, രണ്ട് കേസിലും വാട്ടർ ഉണ്ടാകുന്നുണ്ട്. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി ആണെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റും, എന്നാൽ ഹോട്ട് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ സോഡിയം ക്ലോറേറ്റ് അല്ലെങ്കിൽ ക്ലോറേറ്റുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ് വിത്ത് ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈം എന്ന് വെച്ചാൽ സ്ലേക്കഡ് ലൈം ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാൽഷ്യം ഓക്സിക്ലോറൈഡ് CaOCl2ഉം CaCl2ഉം കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോസിഷൻ. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഇൻ ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൽ വേറെ ഒരുപാട് കമ്പോണൻറ്റുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ. കമ്പോസിഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CaOCl2, CaCl2, CaOH twice 2H2 ആണ്. വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് രണ്ടും എഴുതിയാൽ തന്നെ ഫൈനാണ്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? CaOCl twice plus CaCl2 എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ആക്ച്വലി അതിങ്ങനെ ഒരു കോമ്പൗണ്ടാണ്, CaOCl2 ഡോട്ട് CaCl2 ഡോട്ട് CaOH twice ഡോട്ട് 2H2O. ഇതാണ് കമ്പോസിഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുന്നു എങ്ങനെ? സ്ലേക്കഡ് ലൈമും ക്ലോറിനും റിയാക്ട് ചെയ്താൽ. സ്ലേക്കഡ് ലൈം എന്ന് വെച്ചാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ കൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോസിഷനാണ്. കുറച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അവിടെ ബാക്കിയുള്ളതും കൂടി ചേർന്നിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ യു വിൽ ഗെറ്റ് ദ മാർക്ക്. ക്ലോറിൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോ കാർബൺ. നിങ്ങൾക്കറിയാം, നമ്മളത് പഠിച്ചാണ്. ദേ ആർ ഫോമിങ് ഹാലോ ആൽക്കൈൻ, ക്ലോറോ ആൽക്കൈൻ അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. മീതേനുമായിട്ട് റിയാക്ട് ചെയ്താൽ ക്ലോറോ മീതേൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മീതൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇഥീനുമായിട്ട് റിയാക്ട് ചെയ്താൽ, വാട്ട് ഈസ് ഇഥീൻ? അത് ആദ്യത്തെ ഒരു ആൽക്കൈൻ്റെ എക്സാമ്പിൾ എടുത്തു. മീതൈൻ മാത്രമല്ല, ഈതേനും പ്രൊപ്പൈനും ഒക്കെ എന്ത് ചെയ്യുന്നു?
റിയാക്ട് ചെയ്യും. CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ Cl. അതാണ് C2H4Cl2. ഓക്കെ, അപ്പോൾ ദേ ആർ ഫോമിങ് ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ഹാലോ ആൽക്കെയിൻസ്. നമ്മൾ ഹാലോ ആൽക്കെയിൻ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, and the next is oxidizing action. It is acting as an oxidizing agent. Chlorine is acting as an oxidizing agent. കാരണം ക്ലോറിൻ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ they has the ability to liberate atomic oxygen from water. ക്ലോറിൻ ബാക്കി അവിടെ എന്തുണ്ടാവും? +2HCl ഉണ്ടാവും. 2HCl+O ആയിട്ട് മാറും. അങ്ങനെ ഓക്സിജനിൽ വാട്ടറിൽ നിന്നും ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് അക്വസ് സൊല്യൂഷനിൽ ക്ലോറിൻ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആൻഡ് ഇറ്റ് ഓക്സിഡൈസസ് ഫെറസ് ടു ഫെറിക്, Fe2+നെ Fe3+ ആക്കുന്നു, Cl2 to Cl-. ഇതിനെ നമ്മൾ അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇത്രേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ബാലൻസിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒന്ന് ചെയ്യാം. Fe2+ gives Fe3+. അവിടെ വേറൊന്നും ബാലൻസ് ചെയ്യാനില്ല. ഓക്കെ, അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്നും അവിടെ ഇല്ല. കാരണം ഹൈഡ്രജൻ ഇല്ല, ഓക്സിജൻ ഇല്ല. അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് ചാർജ് മാത്രമാണ്. സോ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളിടത്ത് ഞാൻ 1 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ആൻഡ് Cl2 gives Cl-. ആദ്യം ക്ലോറിനെ ബാലൻസ് ചെയ്യുക, 2Cl-. ഇനി ഇവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 കൂടി ചേർത്ത് എഴുതാം. 2Fe3+ പ്ലസ് Cl2. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ Cl2 എടുത്തു. 2 ഇലക്ട്രോൺ 2 സ്ഥലത്തും ക്യാൻസൽ ചെയ്തു. യു ആർ ഗെറ്റിംഗ് 2. ഇത് ആദ്യം എന്തായിരുന്നു? ഇറ്റ് ഷുഡ് ബി Fe2+, നോട്ട് Fe3+. ഇറ്റ് ഷുഡ് ബി Fe2+. യു ആർ ഗെറ്റിംഗ് 2Fe3+ പ്ലസ് 2Cl-. അതാണ് റിയാക്ഷൻ. അതേപോലെ ഇറ്റ് ഓക്സിഡൈസസ് SO2 സൾഫർ ഡയോക്സൈഡ് ടു സൾഫേറ്റ്. സൾഫർ ഡയോക്സൈഡിനെ സൾഫേറ്റ് ആക്കുന്നു. Cl2 എന്തായിട്ട് മാറുന്നു? Cl- ആവുന്നു. അതും നമുക്ക് ഇതുപോലെ അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അക്വസ് സൊല്യൂഷൻ ഡ്യൂ ടു ദ എബിലിറ്റി ടു ലിബറേറ്റ് നെയ്സൻറ്റ് ഓക്സിജൻ. അതായത് അറ്റോമിക് ഓക്സിജനെയാണ് നമ്മൾ നെയ്സൻറ്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇറ്റ്സ് എ പവർഫുൾ ബ്ലീച്ചിങ് ഏജന്റ് എന്ന് വെച്ചാൽ റിമൂവിങ് ദ കളർ ഓഫ് സബ്സ്റ്റൻസ്. ക്ലോറിനെ നമ്മൾ ഒരു ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള, അതായത് ഒരു ലീഫിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഫിൻ്റെ കളർ അവിടെ ഡീകളറൈസ് ചെയ്യും. Okay, and that is due to the bleaching action is due to its oxidation, and that is due to the ability, oxidizing action ഉം bleaching action ഒരു oxidizing action എക്സാമ്പിൾ ആണ്. അവിടെ കളർ റിമൂവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഓക്സിഡേഷൻ, എബിലിറ്റി ടു ലിബറേറ്റ് അറ്റോമിക് ഓക്സിജൻ ഓർ നെയ്സൻറ്റ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ് ഫ്രം വാട്ടറിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ് ഇതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ ഉള്ളത്, അതേപോലെ ബ്ലീച്ചിങ് ആക്ഷൻ ഉള്ളത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു ലിബറേറ്റ് അറ്റോമിക് ഓക്സിജൻ ഓർ നെയ്സൻറ്റ് ഓക്സിജൻ ഫ്രം വാട്ടർ. അവിടെ Cl2 വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നു, HCl+ ഓക്സിജൻ. ഈ ഓക്സിജൻ കളേർഡ് സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനെ കളർലെസ് ആക്കി മാറ്റുന്നതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. അവിടെ കളർലെസ് ആക്കി മാറ്റുന്നത് കൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് ബ്ലീച്ചിങ് ആക്ഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് യൂസസ്. അതോടുകൂടി ക്ലോറിൻ കഴിഞ്ഞു. ക്ലോറിൻ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് വുഡ് പൾപ്പിനെ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കോട്ടൺ, ടെക്സ്റ്റൈൽസ്, ഇതിനൊക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഗോൾഡിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും എക്സ്ട്രാക്ഷനിൽ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുന്നു, നമ്മളത് പഠിക്കുന്നില്ല. ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈസ് ആർ coloring substances. ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് CCl4, അതായത് കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറോഫോം, DDT ഈസ് പാരാഡാഷ് ഡൈഫിനൈൽ ട്രൈക്ലോറോഈഥെയ്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെഫ്രിജറൻറ്റ്, ഫ്രിയോണിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസിങ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഓൾസോ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പോയിസണസ് ഗ്യാസസ് സച്ച് ആസ് ഫോസ്ജീൻ്റെ പ്രിപ്പറേഷനിൽ ടിയർ ഗ്യാസ് ഈസ് CCl3NO2 ആണ്. ഓക്കെ, അതേപോലെ മസ്റ്റാർഡ് ഗ്യാസ് ഓൾസോ എ പോയിസണസ് ഗ്യാസ്. ദാറ്റ് ഈസ് അവിടെ ശരിക്കും വരുന്നത് ഒരു CH2 ഉണ്ട്, അതിൽ നിന്നും ഒരു S, ഇവിടെ ഒരു CH2 ഉണ്ട്, 2 ഭാഗത്ത് Cl. ഓക്കെ, ഇതൊക്കെ പോയിസണസ് ഗ്യാസസ് ആണ്. ഓക്കെ, and here some question. Write the balanced chemical equation for the reaction of chlorine with hot concentrated NaOH. Is this reaction is a disproportionation reaction?
അപ്പോൾ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOHുമായിട്ടുള്ള റിയാക്ഷൻ NaClഉം സോഡിയം അതായത് സോഡിയം ക്ലോറേറ്റും കിട്ടുന്നു, സോഡിയം ക്ലോറേറ്റ് ആൻഡ് വാട്ടർ. ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ Cl2 0, ഓക്കെ, ഇവിടെ സോഡിയം ക്ലോറൈഡിൽ -1, ഇവിടെ +1 -2 × 3 +5. അപ്പോൾ 0യിൽ നിന്നും അതെന്ത് ചെയ്യുന്നു, -1ലേക്ക് പോകുന്നു റിഡക്ഷൻ, 0യിൽ നിന്നും +5ലേക്ക് പോകുന്നു ഓക്സിഡേഷൻ. സോ ദർ ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ കാണിക്കാം, ഇതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് എന്താണ്, റിഡക്ഷൻ ആണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ടുള്ള എന്താണ്, ഓക്സിഡേഷൻ ആണ്. സോ ദർ ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, സോ ഇറ്റ് ഈസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. Give reason for the bleaching action of Cl2. Bleaching action of Cl2 is due to its ability to liberate nascent oxygen from water. Name the two poisonous gases which can be prepared from chlorine. ക്ലോറിനിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന പോയിസണസ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫോസ്ജീൻ, ടിയർ ഗ്യാസ്, മസ്റ്റാർഡ് ഗ്യാസ്. ഫോർമുല എഴുതണമെന്നില്ല, ജസ്റ്റ് ഇഫ് യു റൈറ്റ് ദ നെയിം ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ. And the next is the last in group 17 elements halogen group is hydrogen chloride. Hydrogen chloride is a compound of halogen. It's a compound of chlorine with hydrogen. ഹൈഡ്രജനും H2ഉം Cl2ഉം കൂടി റിയാക്ട് ചെയ്തിട്ടാണ് HCl ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ അതിൻ്റെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് NaClലേക്ക് H2SO4 ആഡ് ചെയ്തിട്ടാണ്. NaClലേക്ക് H2SO4 ആഡ് ചെയ്താൽ NaHSO4ഉം ഇതിലെ H2SO4 Hഉം ഒരു Cl കൂടി ചേർന്നിട്ട് HClഉം ഫോം ചെയ്യും. ഇനി ഈ NaHSO4ലേക്ക് വീണ്ടും അവിടെ H ഉണ്ട്, ഓക്കെ, NaCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Na ഇങ്ങോട്ടേക്ക് ആഡ് ആവും, H ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരും, അത് HCl Na2SO4. ഓക്കെ, ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ബൈ ഹീറ്റിംഗ് സോഡിയം ക്ലോറൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, NaCl 2 NaCl ഇവിടുത്തെ രണ്ടിനും കൂടി ആഡ് ചെയ്ത് പ്ലസ് H2SO4 gives 2 HCl plus Na2SO4. ഈ രണ്ട് റിയാക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയാണ്. ഒരു NaCl ആണ് എടുക്കുന്നതെങ്കിൽ ഒരു HClഉം ഒരു NaHSO4 കിട്ടും. രണ്ടാമതൊരു NaCl കൂടി ആഡ് ചെയ്താൽ അത് Na2SO4 and HCl ആവും. ആൻഡ് ദിസ് ഈസ് ദ ഓവറോൾ റിയാക്ഷൻ ഓഫ് ദീസ് ടു. ഓക്കെ, ബട്ട് ബോത്ത് ആർ ടേക്കിംഗ് പ്ലേസ് അറ്റ് എ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതിയത്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കില്ല. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും യു വിൽ ഗെറ്റ് ദ മാർക്സ്. Okay, and properties: it is a colorless, pungent smelling gas like chlorine. It is extremely soluble in water. അത് വാട്ടറിൽ soluble ആയി കഴിഞ്ഞാൽ that is called HCl നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നാ പറയുക. വാട്ടറിൽ soluble ആയി കഴിഞ്ഞാൽ that is called hydrochloric acid. HCl aqueous എന്ന് എഴുതിയാൽ അതിൻ്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് aqueous solution is called hydrochloric acid. അതുകൊണ്ട് ഇതൊരു ആസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. So they will react with ammonia. At the property react to ammonia to give white fumes of ammonium chloride. NH3 plus HCl gives ammonium chloride. അവിടെ ഒരു ബേസ് ആയിട്ടുള്ള NH3യും ഒരു ആസിഡ് ആയിട്ടുള്ള HClഉം തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് കിട്ടുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡികമ്പോസസ് സാൾട്ട്സ് ഓഫ് വീക്കർ ആസിഡ്. വീക്കർ ആസിഡിൻ്റെ സാൾട്ടുകളാണ് Na2CO3. Na2CO3 എന്ന് പറയുന്നത് H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡിൻ്റെ സാൾട്ടാണ്. ഓക്കെ, NaHCO3 H2CO3ൻ്റെ തന്നെ സാൾട്ടാണ്. Na2SO3 അത് H2SO3 സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയുന്ന വീക്ക് ആസിഡിൻ്റെ സാൾട്ടാണ്. അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NaCl plus H2O plus CO2, ഇവിടെ NaCl plus H2O plus CO2, Na2SO ഇവിടെ NaCl plus H2O plus CO2, ഇവിടെ Na2 ആണ് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, 2 HCl എടുക്കും. NaH ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു H മതി. ഓക്കെ, മൊത്തം 2 ഹൈഡ്രജൻ വേണം. എല്ലാ കേസിലും നമുക്ക് സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുന്നത്. ഈ സാൾട്ടുകളെ HCl ഡിക്കമ്പോസ് ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് എ സാൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എന്താ കിട്ടുന്നത്, ഇവിടെ സൾഫർ ആയതുകൊണ്ട് യു ആർ ഗെറ്റിംഗ് സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, എല്ലാത്തിലും CO2 അല്ല, രണ്ടെണ്ണത്തിൽ CO2ഉം ഇവിടെ SO2 ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഈ റിയാക്ഷൻ അങ്ങനെ ചോദിക്കാറില്ല. എ 3:1 സൊല്യൂഷൻ ഓഫ് HCl and HNO3 is called aqua regia. What is aqua regia എന്ന് ചോദിക്കാറുണ്ട്. It is a 3:1 solution. 3 part of HCl and 1 part of HNO3. That is called aqua regia. Aqua regia is used for dissolving noble metals like gold, platinum. ഗോൾഡിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിലേക്ക് ആഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, HClലേക്ക് ആഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, HNO3ലേക്ക് ആഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അവർ നോബിളാണ്, അവർ ഇനേർട്ടാണ്. പക്ഷേ ഈ ഒരു മിക്സ്ചറിലേക്ക് അക്വാ റീജിയിലേക്ക് ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ചെയ്യും. അപ്പോൾ അവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഗോൾഡ് H+ ഫ്രം HNO3 ആൻഡ് HCl, രണ്ടിൽ നിന്നും
H പ്ലസ് ഉണ്ട്. ഇത് നൈട്രിക് ആസിഡിൻ്റെ ഇത് നൈട്രിക് ആസിഡിൽ നിന്നും ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും, എന്നിട്ട് അത് AuCl4 ആവും. ഓറിക് ക്ലോറൈഡ് എന്ന് പറയാം. AuCl4 മൈനസ് പ്ലസ് NO3 മൈനസ് NO ആവും പ്ലസ് 2H2 ആവും. അതേപോലെ പ്ലാറ്റിനം PtCl6 മൈനസ് NO പ്ലസ് H2 ആവും. ദിസ് ഈസ് ദ റിയാക്ഷൻ. ഓക്കെ, സോ അക്വ റീജിയ ഈസ് യൂസ്ഡ് ടു ഡിസോൾവ് ഗോൾഡ് പ്ലാറ്റിനം മെറ്റൽസ്, അതായത് നോബിൾ മെറ്റൽസ് ലൈക്ക് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം, ആൻഡ് ഇറ്റ് ഈസ് എ 3:1 സൊല്യൂഷൻ ഓഫ് HCl, 3 part of HCl and 1 part of HNO3. Okay, uses of hydrogen chloride. It is used in the manufacture of ക്ലോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നുണ്ട്, അമോണിയം ക്ലോറൈഡിൻ്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസിൻ്റെ മാനുഫാക്ചർ, കോൺ സ്റ്റാർച്ചിൽ നിന്നും ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ടിങ് ഗ്ലൂ ഫ്രം ബോണിൽ നിന്നും ഗ്ലൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പ്യൂരിഫൈങ് ബോൺ ബ്ലാക്കിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ആസ് ലബോറട്ടറി റിയേജൻറ്റ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് HCl ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലബോറട്ടറി റിയേജൻറ്റ്. ഓക്കെ, and next one more topic is there, that is oxo acids of halogen. രണ്ട് കോമ്പൗണ്ടുകൾ നമ്മൾ അവിടെ പഠിച്ചു. ക്ലോറിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളും അതേപോലെ HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂളും. നെക്സ്റ്റ് ഓക്സോ ആസിഡ്സ് എല്ലാത്തിലുള്ളതാണ്. ഓക്സോ ആസിഡ്സ് എന്ന് വെച്ചാൽ ഒരു ഓക്സോ ഗ്രൂപ്പ് വേണം നമുക്ക്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എൻ ഓക്സോ ആസിഡ്, ദാറ്റ് ഈസ് എൻ ഓക്സോ ആസിഡ് ഓഫ് സൾഫർ. സൾഫറിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തും, OH ചെയ്തും, പിന്നെ ഡബിൾ ബോണ്ട് O ചെയ്തും, ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ OH ചെയ്തും, ഓക്സിജൻ മാത്രമാണെങ്കിൽ ഡബിൾ ബോണ്ട് O ചെയ്തും. അപ്പോൾ ഈ ഒരു ഓക്സോ ഗ്രൂപ്പുള്ള ആസിഡുകളെയാണ് നമ്മൾ ഓക്സോ ആസിഡ്സ് എന്ന് പറയുക. അസിഡിക് പ്രോട്ടോൺ OH മലുവായിരിക്കും. എന്നാൽ ഓക്സോ ഗ്രൂപ്പ് ഇല്ലാത്ത ഓക്സോ ആസിഡ് ഉണ്ട്, അതാണ് ഹാലോജൻസിലെ ഒരു കാറ്റഗറി. അതെന്ന് പറയുന്നത് നമുക്കത് HOX ആണ്. എക്സിൽ നിന്നും ഒരു OH, അതായത് ഫ്ലൂറിനിൽ നിന്നും ഒരു OH, ക്ലോറിനിൽ നിന്നും ഒരു OH, ബ്രോമിൽ നിന്നും ഒരു OH, അയോഡിൽ നിന്നും ഒരു OH. ഈ ടൈപ്പ് ഓക്സോ ആസിഡ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ നമ്മൾ HOX എടുത്തു കഴിഞ്ഞാൽ HOXൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ ഇവിടെ +1, ഇവിടെ നമുക്ക് -2, പിന്നെന്താ വരിക, ഇവിടെ +1 ആണ്. ഓക്കെ, സോ അവർ പറയുന്ന പേര് ഹാലിക് 1 ആസിഡ്. ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻ. ഹാലിക് 1 ആസിഡ്. ദേ ആർ ഓൾസോ കോൾഡ് ഹൈപ്പോഹാലസ് ആസിഡ്, ഹൈപ്പോഫ്ലൂറസ് ആസിഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്, ഹൈപ്പോബ്രോമസ് ആസിഡ്, ഹൈഡ്രോഡസ് ആസിഡ്. പിന്നെ അവിടെ നമ്മളിപ്പം അവിടെ അതിന് HFO എന്നും എഴുതാം, HOF എന്നും എഴുതാം, HFO. അതേപോലെ HClO ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ HOCl എന്നും എഴുതാം. ഇനി ആ HClOയിലേക്ക് നമ്മൾ ഒരു ഓക്സിജൻ കൂടി ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് HClO2 എന്ന് വെച്ചാൽ HOClO എന്നും എഴുതാം. ഓക്കെ, പിന്നെ ഒന്നുകൂടി ആഡ് ചെയ്താൽ അത് HClO3 അല്ലെങ്കിൽ HOClO2 എന്ന് എഴുതാം. ഇനി ഒന്നുകൂടി ആഡ് ചെയ്താൽ അത് HClO4, അതിന് വേണമെങ്കിൽ HOClO3 എന്നും എഴുതാം. അപ്പോൾ ക്ലോറിൻ എല്ലാ ഓക്സോ ആസിഡ്സും ഉണ്ട്, ഫ്ലൂറിൻ ഒരൊറ്റ ഓക്സോ ആസിഡേ ഉള്ളൂ. അവിടെ വന്നിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, what is the only one, which element is showing only one oxo acid of halogen, that is fluorine, and what is that oxo acid formula and name എന്ന് വെച്ചാൽ അതിന് ഹാലിക് 1 ആസിഡ്, ഫ്ലൂറിക് 1 ആസിഡ് എന്നൊരു പേരുണ്ട്, ഹൈപ്പോഫ്ലൂറസ് ആസിഡ് എന്നുള്ള ഒരു പേരുണ്ട്. ഫോർമുല എഴുതിയാലും മാർക്ക് കിട്ടും. ഫ്ലൂറിൻ അത് മാത്രമേ ഉള്ളൂ, ക്ലോറിൻ എല്ലാം ഉണ്ട്. ബ്രോമിനും അയോഡിനും എന്തില്ല, HClO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇല്ല. ഇത് ബ്രോമിനും അയോഡിനും ഇല്ല. അപ്പോൾ അവിടെ HClO2 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇവിടെ +1, ഇവിടെ -2 × 2, അവിടെ +3 ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഹാലിക് 3 ആസിഡ്. ദേ ആർ ഓൾസോ കോൾഡ് ഹാലസ് ആസിഡ്, ഹാലസ്. അടുത്തതിൻ്റെ അതിൽ വരുന്നത് +5 ആണ്. ഓക്കെ, സോ ദേ ആർ കോൾഡ് ഹാലിക് 5 ആസിഡ് ഓർ ഹാലിക് ആസിഡ്. അടുത്തത് വരുന്നത് +7 ആണ്. ഓക്കെ, ഇങ്ങനെ +7 -2 × 4ഉം ഇവിടെ +1ഉം. ദേ ആർ കോൾഡ് ഹാലിക് 7 ആസിഡ് ഓർ പെർ ഹാലിക് ആസിഡ്. പെർ ഹാലിക് ആസിഡ് ക്ലോറിനും ബ്രോമിനും അയോഡിനും കാണിക്കുന്നുണ്ട്, ഹാലിക് ആസിഡ് ക്ലോറിനും ബ്രോമിനും അയോഡിനും കാണിക്കുന്നുണ്ട്. പക്ഷേ ഹാലസ് ആസിഡ് ഓൺലി ക്ലോറസ് ആസിഡ് മാത്രമേ ഉള്ളൂ. അത് HClO2 എന്ന് എഴുതിയാലും HOClO എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ഇനി ഇവിടെ ക്ലോറിൻ്റെ എടുക്കാം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട്. ClOH, അതാണ് ഏത്, ഹാലിക് 1 ആസിഡ് ഓർ ഹൈപ്പോഹാലസ് ആസിഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇനി അടുത്തതിൽ എന്താ, HClO2 ആണ് എന്ന് വെച്ചാൽ ClOH ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഡബിൾ ബോണ്ട് O ആണ്. ഓക്കെ, സോ ദേ ആർ ക്ലോറസ് ആസിഡ്. ഇനി HClO3 എന്ന് പറഞ്ഞാൽ ClOH ഉണ്ട്, ഡബിൾ ബോണ്ട് O ഉണ്ട്. ClO3 എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് O കൂടിയും. ഇനി HClO4 എന്ന് പറഞ്ഞാൽ അവിടെ ClOH ഉണ്ട്, ഡബിൾ ബോണ്ട് O ഉണ്ട്,
ഒരു ഡബിൾ ബോണ്ട് ഓയോഡി ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഓയോഡി ഉണ്ട്. ഓക്കെ, അതേപോലെ ബ്രോമിലും അയോഡിനിലും. ഓക്കെ, ദീസ് ആർ. അപ്പോൾ ഹാലിക് 1 ആസിഡ് ഓർ ഹൈപ്പോഹാലസ് ആസിഡ്. ഓക്കെ, ഹാലിക് 1, ഹാലിക് 3, ഹാലിക് 5, ഹാലിക് 7. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈപ്പോഹാലസ് ആസിഡ്, ഹാലസ് ആസിഡ്, +1 ഹൈപ്പോഹാലസ്, +3 ഹാലസ്, +5 ഹാലിക് ആൻഡ് +7 പെർ ഹാലിക്. അങ്ങനെയാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവരുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്ക്. സ്ട്രക്ചറായിട്ട് നമ്മൾ എഴുതേണ്ട ClOH ആണ്. ഇതിൽ ClOH ഡബിൾ ബോണ്ടോ നമ്മൾ നേരത്തെ എഴുതിയില്ല, അതേപോലെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ClOH ഡബിൾ ബോണ്ടോ. അടുത്തതോ ക്ലോറിക് ആസിഡ് എന്ന് വെച്ചാൽ ClOH 2 ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇവിടെ ClOH 3 ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇനി ഇവിടെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഫോക്കസ് ഏരിയ. ദാറ്റ് ഈസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. ദേ ആർ ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. ഓക്കെ, ആൻഡ് ഫൈനലി ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ദേ ആർ ഓൾസോ കോൾഡ് നോബിൾ ഗ്യാസസ്. നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ്. കാരണം these are almost non-reactive and have only few chemical properties. Okay, ഇവരെ നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ദേ ആർ നോട്ട് പ്യുവർലി ഇനേർട്ട്. അവർ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സെനോണിന് കോമ്പൗണ്ട്സ് ഉണ്ട്, ക്രിപ്റ്റോണിന് കോമ്പൗണ്ട്സ് ഉണ്ട്, അതേപോലെ ആർഗണിനും കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ആർഗണിൻ്റെയും ക്രിപ്റ്റോണിൻ്റെയും കോമ്പൗണ്ട്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ArF2 ഉണ്ട്, അതേപോലെ KrF2 ഒക്കെ ക്രിപ്റ്റോണിനും ആർഗണിനും കോമ്പൗണ്ട്സ് ആയിട്ടുണ്ട്. സെനോണിന് കുറച്ചധികം കോമ്പൗണ്ടുകളുണ്ട്. സെനോണിൻ്റെ കോമ്പൗണ്ടുകൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വൈ ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇവരെ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കാണ്ട് നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കാനുള്ള കാരണം ദേ ഹാവ് എ വെരി ഗുഡ് സ്റ്റെബിലിറ്റി. ബട്ട് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഫ്യൂ റിയാക്ഷൻസ്. കുറച്ച് റിയാക്ഷനിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് they are called noble gases. Okay, അപ്പോൾ why they are called noble gases എന്ന് ചോദിച്ചാൽ they are highly stable and taking part in few chemical reactions. Okay, and first of all group 18 നമ്മൾ noble gases എന്ന് വിളിക്കുന്നു. and the electronic configuration is ns2np6. they have a complete octet. and what is the trend of atomic radii? എല്ലാ ഗ്രൂപ്പിലും ഉള്ളതുപോലെ തന്നെ atomic radii increases down the group with increase in atomic number because the shells are increasing down the group. ഓക്കെ, എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ ട്രെൻഡും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതിൽ അല്ലെങ്കിൽ പീരിയഡിക് ടേബിളിലെ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടിയ ആളുകളാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ദാറ്റ് ഈസ് ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈലി സ്റ്റേബിൾ ആണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തവരാണ്. സോ ദേ എക്സിബിറ്റ് വെരി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദേ ഹാവ് നോ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. ഓക്കെ, സിൻസ് നോബിൾ ഗ്യാസസ് ഹാവ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദേ ഹാവ് നോ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. ഇനി അവർ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. സാധാരണ രീതിയിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് എനർജി ഇങ്ങോട്ട് റിലീസ് ചെയ്യാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ജനറലി നെഗറ്റീവാണ്, ഹാലോജന് ഹൈലി നെഗറ്റീവ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. These have positive electron gain enthalpy. They have no tendency due to their stable electronic configuration. That means they have a positive electron gain enthalpy. Okay, and the next physical properties. In the physical properties they all are monoatomic. Oxygen diatomic ആണ്, O2 ആണ്. Sulfur octatomic ആണ്, S8 ആണ്. Phosphorus P4 ആണ്. Okay, nitrogen diatomic ആണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇവരെല്ലാം മോണോ അറ്റോമിക് ആണ്. ഇവർ നമ്മൾ എലമെന്റ്സിന് എഴുതുകയാണെങ്കിൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആണ്. ഓക്കെ, ദേ ആർ മോണോ അറ്റോമിക്. ഒറ്റ ആറ്റമായിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. ദേ ആർ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ഗ്യാസസ്. They are colorless, odorless, tasteless, and all are gases. They are sparingly soluble in water. Sparingly soluble means very less solubility. They have very low melting point and boiling point. Already boiled ആയിട്ടുള്ള അവസ്ഥയിൽ ഗ്യാസുകളാണ് അവർ. ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനും കാരണം അവർക്ക് ഡൈപോൾ ഇൻട്രാക്ഷനോ ഹൈഡ്രജൻ ബോണ്ടുകളോ ഉണ്ടാക്കാനുള്ള കഴിവില്ല. They have weak dispersion forces or weak London force. Both are same. Okay.
dispersion forces are discovered by a scientist. His name is Fritz London. So that is also called London forces. Okay. Helium lowest boiling point on the periodic table. So that is 4.2 Kelvin. All elements, all non-substance ഏറ്റവും കുറഞ്ഞ boiling point helium. Noble gases have very low boiling points. Why? Because they are held by weak van der Waals forces. They, being monoatomic, have atomമായിട്ടാണ് നിൽക്കുന്നത്. അതൊരു കാരണം, being monoatomic and no interatomic forces except weak dispersion forces. അപ്പോൾ why they have very low boiling point എന്ന് ചോദിച്ചാൽ രണ്ട് reason, monoatomic and are held by weak dispersion forces or London forces. Weak dispersion forces or London forces. Okay, this is an NCERT solved question. Okay, and chemical properties in general, noble gases are very less reactive. They are least reactive. Their inertness to chemical reactivity is attributed to the following reason. അവരുടെ inertnessന് രണ്ട് കാരണമുണ്ട്. Why noble gases are very less reactive? അതിന്റെ കാരണം, noble gases except helium have completely filled NS to NP6. ഹീലിയത്തിന് K-shell filled ആണ്, ആകെ K-shell ഉള്ളൂ, അത് filled ആണ്. അവർക്ക് they are completed octet. Except helium, all completed octet. മറ്റൊന്ന്, high ionization enthalpy, അതുകൊണ്ട് ഇലക്ട്രോണെ വിട്ടുകൊടുക്കൂല. മോർ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോണെ ആക്സെപ്റ്റും ചെയ്യൂല. ഓക്കെ, ദീസ് ആർ ദ റീസൺ ഫോർ ദെയർ ലോ റിയാക്ടിവിറ്റി, ദാറ്റ് ഈസ് റീസൺ ഫോർ ദെയർ ഇനേർട്ട്നെസ്. ഇനി നമുക്കവിടെ ഞാൻ പറഞ്ഞു സെനോണിന് ദേ ഹാവ് എ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്. അതിൽ സെനോണിന് ഫ്ലൂറിനുമായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ സെനോൺ ഓക്സിജനുമായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഫസ്റ്റ് സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്. സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് 3 കോമ്പൗണ്ടുകളാണ്, XeF2, XeF4 ആൻഡ് XeF6. ദേ ആർ ഫോംഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ. ഡയറക്റ്റ് കോമ്പിനേഷൻ എനിക്ക് വേണ്ടത് XeF2 ആണെങ്കിൽ അവിടെ വേണ്ടത് ഒരു Xe-യും ഒരു F2-മാണ്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി അത് 673 Kelvin ആൻഡ് 1 bar പ്രഷറാണ്. ജസ്റ്റ് ഹീറ്റിംഗ് എന്ന് കൊടുത്താൽ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഇവിടെ നമ്മളത് റിയാക്ഷൻ നടക്കണമെങ്കിൽ സെനോൺ എക്സസ് എടുക്കണം. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ XeF2. ഇനി നമുക്ക് XeF4 ആണ് എടുക്കേണ്ടതെങ്കിൽ വാട്ട് ഷുഡ് ബി ദ കോമ്പിനേഷൻ? Xe പ്ലസ് 2F2. 873 Kelvin ആൻഡ് 7 bar പ്രഷറാണ്. ടെമ്പറേച്ചറും പ്രഷറും മെൻഷൻ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് നമുക്കിനി XeF4. ഇനി XeF6 ആണ് എടുക്കേണ്ടതെങ്കിൽ എന്തായിരിക്കും കോമ്പിനേഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. Xe പ്ലസ് 3F2. ഓക്കെ, ഇവിടെ 1F2, ഇവിടെ 2F2, ഇവിടെ 3F2. അവിടെ റേഷ്യോ ഒക്കെ ഉണ്ട്. 1:20 റേഷ്യോ എടുക്കണം, 1:5 റേഷ്യോ എടുക്കണം, ഇവിടെ സെനോണിൻ എക്സസ് എടുക്കണം എന്നൊക്കെ കണ്ടീഷൻ ഉണ്ട്. അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, ഒരു കുഴപ്പമില്ല. യു ജസ്റ്റ് സ്റ്റഡി ദിസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് XeF6 Xe പ്ലസ് 3F2 വഴി പ്രിപ്പയർ ചെയ്യാം. XeF6 XeF4-ൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. XeF4 എടുത്തിട്ട് എന്ത് ചെയ്യുക? XeF4 പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിലേക്ക് O2F2. O2F2 ഈസ് എ ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. നമ്മൾ ഫ്ലൂറിൻ്റെ ഓക്സൈഡുകളിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് XeF6 പ്ലസ് O2. ഇത് ഹൈലി അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള XeF2-ൻ്റെയും XeF4-ൻ്റെയും XeF6-ൻ്റെയും ചില പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാണ്. അവരുടെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. സെനോണിൻ്റെ കോമ്പൗണ്ടുകൾ XeF2, XeF4, XeF6. ദേ ആർ ഫോംഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സെനോൺ ആൻഡ് ഫ്ലൂറിൻ. ദേ ആർ ഫോംഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സെനോൺ ആൻഡ് ഫ്ലൂറിൻ. ദീസ് ഓൾ ആർ കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. And they undergo sublimation at 298 Kelvin, 25 degrees Celsius level sublimation. They are directly transformed from solid state to gaseous state. They are powerful fluorinating agent. മറ്റുള്ളവരെ ഇവരെന്ത് ചെയ്യും? ഫ്ലൂറിനേറ്റ് ചെയ്യും, ഫ്ലൂറിനെ കൊടുക്കും. ഓക്കെ, ദേ ആർ റെഡിലി ഹൈഡ്രോളൈസ്ഡ് ഈവൻ ബൈ ട്രേസസ് ഓഫ് വാട്ടർ. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ഹൈഡ്രോളിസിസ് നടക്കും. അതിൽ ഒരൊറ്റ ഹൈഡ്രോളിസിന് എക്സാമ്പിൾ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. XeF2-ലേക്ക് 2XeF2-ലേക്ക് നമ്മൾ H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ അൺസ്റ്റേബിൾ ആണ്. അതിൽ നിന്നും സെനോൺ പുറത്തേക്ക് വരും. സെനോൺ പിന്നെ അവിടെയുള്ള വാട്ടറിലുള്ള ഹൈഡ്രജനും ഫ്ലൂറിനും ചേർന്നിട്ട് അവിടെ എത്ര HF ഉണ്ടാവും? 4HF ഉണ്ടാവും. പിന്നെ ബാക്കി O2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെനോൺ ഇവിടുത്തെ ഫ്ലൂറിനും H ചേർന്നിട്ട് HF പിന്നെ O2. നമ്മൾ പറഞ്ഞു സെനോൺ പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണെന്ന് പറഞ്ഞു. അവർ ഫ്ലൂറിനെ മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു XeF2-ലേക്ക് ഒരു PF5 ഫോസ്ഫറസ് പെൻറ്റാ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് XeF-ഉം PF6-ഉം ആയിട്ട് മാറും. അപ്പോൾ XeF എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂറിൻ പോയതുകൊണ്ട് പ്ലസ്,
PF6 എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂറിൻ വന്നുകൊണ്ട് മൈനസ്. ഒരു കാറ്റയോണിക് സ്പീഷീസും ഒരു ആനിയോണിക് സ്പീഷീസുമായിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, XeF++ PF6. അതേപോലെ XeF4ലേക്ക്, XeF2ൻ്റെ ആദ്യം പറഞ്ഞത്, അതിലേക്ക് ആൻറ്റിമണി SbF5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ആഡിങ് SbF5, അവിടെ ഒന്നിന് അങ്ങോട്ട് കൊടുത്തിട്ട് XeF3 ആയിട്ട് മാറും. അപ്പോൾ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും. പിന്നെ SbF5ന് ഒന്ന് കിട്ടിയാൽ SbF6 മൈനസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് xenon fluorides reacts with fluoride ion acceptor. They are PF5 and SbF5 are fluoride ion acceptors to form cationic species. അവരൊരു കാറ്റയോണിക് സ്പീഷീസ് ആയിട്ട് മാറും. ഇതൊരു കാറ്റയോണിക് സ്പീഷീസ് ആയിട്ട് മാറും. ഇനി ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സ് ഉണ്ട്. ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സിന് എക്സാമ്പിളാണ് NaF, KF, ആൽക്കലി മെറ്റലിൻ്റെ ഫ്ലൂറൈഡുകൾ RbF, അതേപോലെ CSF. ഓക്കെ, ഇവരെ നമ്മൾ എന്ത് ചെയ്തുന്നു? MF എന്ന് എഴുതുന്നു. അപ്പോൾ MFലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ XeF6+ NaF ഗീവ്സ്, അവിടെ ഒരു NAക്ക് എന്ത് ചെയ്യും? ഒരു ഫ്ലൂറിനെ നഷ്ടപ്പെട്ടു. അവർ ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സ് ആണ്. അപ്പോൾ Na++ XeF6 എന്തായിട്ട് മാറും? XeF7 മൈനസ് ആയിട്ട് മാറും. അപ്പോൾ അവരത് ആനിയോണിക് സ്പീഷീസ് ആണ്. xenon fluorides reacts with fluoride ion acceptors to form cationic species and fluoride ion donors to form fluoroanion, anionic species. ഇവിടെ M+ എന്നാണ് കൊടുത്തത്. M NaO, പൊട്ടാഷ്യമോ, റുബീഡിയമോ, സീഷ്യമോ ആവാം. ഓക്കെ, ആൻഡ് xenon oxygen compounds. xenon oxygen compounds പ്രിപ്പയർ ചെയ്യുന്നത് നേരിട്ട് xenonum oxygenum കമ്പൈൻ ചെയ്തിട്ടല്ല, xenon ഫ്ലൂറൈഡുകളിൽ നിന്നാണ്. പ്രത്യേകിച്ചും XeF4ൽ നിന്നും XeF6ൽ നിന്നും. XeF4ന് ഹൈഡ്രോളിസിസ് നടന്നാൽ അവിടെ xenonum XeO3യും HFും O2 ഉണ്ടാവും. അപ്പോൾ അവിടെ 12H2 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 6:12. XeF6ലേക്ക് നമ്മൾ 3H2 ആഡ് ചെയ്താൽ XeO3യും 6HFും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് മെത്തേഡ്. ഒന്ന് എക്സസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് XeO3ൻ്റെ കൂടെ മറ്റ് ബൈ പ്രൊഡക്റ്റുകൾ xenonum ഉണ്ട്, HF ഒക്കെ ഉണ്ട്. ഇവിടെ HF ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രോളിസിസ്. ഇനി പാർഷ്യലി ആണ് ഹൈഡ്രോളിസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. നമ്മൾ അവസാനത്തത് എടുക്കാം. ദിസ് വൺ ഇതെടുക്കുന്നു. അതിലെന്താ വന്നത്? XeF6 + 3H2O. ആദ്യത്തെ അവിടെ നിൽക്കട്ടെ. 3H2O ഗീവ്സ് XeO3 പ്ലസ് എത്ര HF? 6HF കിട്ടി. ഓക്കെ, അത് കംപ്ലീറ്റ് ഹൈഡ്രോളിസ് ആണ്. ഇതും കംപ്ലീറ്റ് ഹൈഡ്രോളിസ് ആണ്. കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫ്ലൂറിനും xenonum തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി XeF6ലേക്ക് നമ്മൾ 2H2 ആണ് ആഡ് ചെയ്തത്, 3 ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പാർഷ്യലി ഹൈഡ്രോളിസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 2 ഫ്ലൂറിൻ പുറത്തേക്ക് പോയി. ഇവിടെയുള്ള 6 ഫ്ലൂറിനും പോയിട്ട് പകരം 3 ഓക്സിജൻ. കാരണം എന്താ? ഇവിടെ 6 ഫ്ലൂറിന് പകരം 3 ഓക്സിജൻ. ഫ്ലൂറിന് F- ഓക്സിജന് 2- ആണ്. അപ്പോൾ ഒരു ഓക്സിജന് പകരം 2 ഫ്ലൂറിൻ. 2 ഫ്ലൂറിൻ പോകുന്നതിന് പകരം 2 ഓക്സിജൻ, ഒരു ഓക്സിജൻ. അപ്പോൾ XeF6ലേക്ക് നമ്മൾ 2H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ഓക്സിജൻ ആണ്. അപ്പോൾ ഇവിടുന്ന് 4 ആൾ പോവും. അപ്പോൾ എന്തുണ്ടാവും? 2 ഓക്സിജൻ വന്നു, O3 അല്ല, ബാക്കി 2 ഫ്ലൂറിൻ F2 + 4HF ഉണ്ടാവും. 4HF. ഇനി XeF6ലേക്ക് ഞാൻ ഒരൊറ്റ H2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഓക്സിജൻ ആഡ് ആവും. ദാറ്റ് ഈസ് XeO. ഒരു ഓക്സിജൻ പോയാൽ, ഒരു ഓക്സിജൻ വന്നാൽ 2 ഫ്ലൂറിൻ പോവും, ബാക്കി 4 ഫ്ലൂറിൻ XeOF4 + 2HF. Okay, and that is given here. And this XeO3 is a colorless explosive solid. XeO3 is a colorless explosive solid. Okay, നമ്മൾ ക്ലോറിനിൽ ഒരു NCl3 ഒരു എക്സ്പ്ലോസീവ് സോളിഡ് ഉണ്ടായിരുന്നു. And there is a question, does the hydrolysis of XeF6 lead to redox reaction? XeF6ൻ്റെ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അത് XeO3 ആവുന്നു. XeF6ൻ്റെ ഹൈഡ്രോളിസിസ് പറഞ്ഞാൽ XeOF4 ആവുന്നു. XeF6 XeO2F2 ആവുന്നു. 3 കേസ് കൊടുക്കാം. XeF6 gives എന്തായിട്ട് മാറുന്നു? XeO3 ആയിട്ട് മാറുന്നു. അതേപോലെ XeF6 gives XeOF4 ആവുന്നു. ഓക്കെ, അതേപോലെ XeF6 gives XeO2F2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഫ്ലൂറിൻ -1 × 6 ഇവിടെ +6-ലാണുള്ളത്. ഇത് -2 × 3 ഇവിടെ +6-ലാണുള്ളത്. അപ്പോൾ xenon അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനുള്ള റിഡക്ഷനും ഇല്ല. ഇവിടെ -1 × 6 ഇവിടെ +6 ആണ്.
ഇവിടെ -1 × 4 -2, അപ്പോൾ ഇവിടെ +6 തന്നെയാണ്. ഇവിടെ +6, ഇവിടെ -1 × 6, ഇവിടെ -1 × 2, ഇവിടെ -2 × 2, -2 × 2 -4 -2, അപ്പോൾ ഇവിടെ +6 തന്നെയാണ്. സോ no, the products of hydrolysis are XeOF4, XeO2F2 and XeO3 where the oxidation states of the element remains the same. ഇതങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പോൾ അതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എഴുതിയാലും സേഫ് ആണ്. ഓക്കെ, ഒറ്റ വാക്ക്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദ ഹൈഡ്രോളിസിസ്, സോ ഇറ്റ്സ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി രണ്ട് കാര്യങ്ങൾ കൂടെ, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് xenon compounds. അതിൽ XeO3 ഉണ്ട്, XeF4 ഉണ്ട്, XeF2 ഉണ്ട്, അതേപോലെ XeF6 ഉണ്ട്. പിന്നെ അതിൻ്റെ യൂസസും ഇത്രയാണുള്ളത്. ഇത് VSEPR തിയറി നമ്മൾ +1 പഠിക്കുന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ആദ്യം XeF2 ഉണ്ട്. XeF2 എടുത്തു കഴിഞ്ഞാൽ xenon ഒരു 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. സോ ദേ ഹാവ് 8 വാലൻസ് ഇലക്ട്രോൺസ്. ആദ്യം അതങ്ങോട്ട് എഴുതുക. 8 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് xenon, ഏത് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും. ഓക്കെ, അതിൽ XeF2 എന്ന് പറയുമ്പോൾ xenonൽ നിന്നും 2 ബോണ്ടുകൾ ഫ്ലൂറിലേക്കുണ്ട്. അപ്പോൾ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ ലോൺ പെയറിൻ്റെ എണ്ണം എത്രയായിരിക്കും? ലോൺ പെയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ 8 ഇലക്ട്രോണിൽ 2 എണ്ണം, അപ്പോൾ ബാക്കി 6 എണ്ണമുണ്ട്. 6 എണ്ണം എന്ന് വെച്ചാൽ അവിടെ 3 പെയർ ഉണ്ട്, 3 പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണ്? ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് ഇസ് ഈക്വൽ ടു 5 ആണ്. 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് 5 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ജിയോമെട്രി എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് 5 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ അത് ട്രയഗണൽ ബൈ പിരമിഡലാണ്. ട്രയഗണൽ ബൈ പിരമിഡൽ. 4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ, ഇങ്ങനെ വരിക. ട്രയഗണൽ ബൈ പിരമിഡൽ. അപ്പോൾ നമുക്കിവിടെ എന്താണ്? xenon ഉണ്ട്. ട്രയഗണൽ ബൈ പിരമിഡൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഇങ്ങനെ വന്നു. എന്നാൽ അതിൽ 3 എണ്ണം ലോൺ പെയർ ആണ്. ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലേ വരുള്ളൂ. ഇത് ഇക്വറ്റോറിയൽ പൊസിഷൻ, ഇത് ആക്സിയൽ പൊസിഷൻ. ആക്സിയൽ പൊസിഷനിൽ റിപ്പൽഷൻ കൂടുതലാണ്, അതൊക്കെ +1 ആണ്. അപ്പോൾ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലോൺ പെയർ കൊടുക്കുക, മറ്റത് 2 ഫ്ലൂറിനും കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോൺ പെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ആൾക്ക് ഇതിൽ നിന്നൊക്കെ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് ദേ ആർ സ്റ്റേയിങ് 180 ഡിഗ്രിയാണ്. ആൻഡ് ദ ഷേപ്പ് ഈസ് ലീനിയർ. ഇപ്പം ഞാൻ ഇതിനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. xenon, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ 2 ലോൺ പെയർ. ബോത്ത് ആർ സെയിം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. xenon, ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെയാണ്. xenon, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ ആക്സിയൽ പൊസിഷനിൽ, ഇവിടെ ഒരു ലോൺ പെയർ, ഇങ്ങനെ കാണിക്കാം. ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് ഇങ്ങനെയും കാണിക്കാം, ഇങ്ങനെയും കാണിക്കാം, ഇതേപോലെയും കാണിക്കാം. ബട്ട് ദ ആംഗിൾ ഈസ് 180 ആൻഡ് ദാറ്റ് ഈസ് ലീനിയർ ഇൻ ഷേപ്പ്. ലീനിയർ ഷേപ്പാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് XeF4. അവിടെ കൊടുത്തിരിക്കുന്നത് XeF4 ആണ്. ഓക്കെ, അപ്പോൾ XeF4ലും xenonന് 8 വാലൻസ് ഇലക്ട്രോൺ തന്നെയാണ്. xenon ഈസ് ഹാവിങ് 8 വാലൻസ് ഇലക്ട്രോൺ. 8 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ബോണ്ട് പെയർ XeF4 ആണ്. ഓക്കെ, വി ആർ ഡിസ്കസിങ് XeF4. ബോണ്ട് പെയർ 4 എണ്ണം. അപ്പോൾ ലോൺ പെയർ എത്ര ഉണ്ടാവും? 8 - 4 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ പെയർ 2 എണ്ണം, 2 പെയർ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ പെയറിൻ്റെ എണ്ണം, ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് ബോണ്ട് പെയറും ലോൺ പെയറും ആയിട്ടുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് 6 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ജിയോമെട്രി 6ൽ എല്ലാം ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ ആണ്. ദാറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു xenon ഉണ്ട്. ഓക്കെ, അതിൽ നിന്നും ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. ഓക്കെ, അതിൽ 4 എണ്ണം ഫ്ലൂറിനാണ്. ഇവിടെ 4 ഫ്ലൂറിൻ കൊടുക്കുക. പിന്നെ ബാക്കി 2 എണ്ണം എന്താണ്? ദാറ്റ് ഈസ് ലോൺ പെയർ. സോ ദ ഷേപ്പ് ഇവിടെ ഒരു സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ പ്ലാനർ. ഈ ലോൺ പെയറുകളുടെ കൺസിഡർ ചെയ്യാണ്ട പേര് കൊടുക്കുക, സ്ക്വയർ പ്ലാനർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. xenon, ഇവിടെ ഒരു ഫ്ലൂറിൻ, സെക്കൻഡ്
third and fourth, and here is a lone pair and here is a lone pair. Okay, and that is square planar. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ വരച്ചാൽ മതി. Okay, and the next is XeF6. This is XeF6. XeF6നെ നമ്മൾ എങ്ങനെ എഴുതും? Xenonന് 8 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, ബോണ്ട് പെയർ എത്ര ഉണ്ട്? 6 ഉണ്ട്, പിന്നെ ബാക്കി 2 ആണ്. 2/2 ഒരു ലോൺ പെയർ. ഓക്കെ, 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഒരു പെയർ. അപ്പോൾ അവിടെ ടോട്ടൽ ഇലക്ട്രോൺ പെയർസിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് 7 എന്ന് വെച്ചാൽ ആക്ച്വലി അത് പെൻറ്റഗണൽ ബൈപിരമിഡൽ ആണ്. പെൻറ്റഗണൽ ബൈപിരമിഡൽ അതവിടെ നിൽക്കട്ടെ. ഇത് ആ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട. 6 ആയിരുന്നെങ്കിൽ ഒരു ഒക്ടാഹെഡ്രൽ, അതിലൊരു ഇലക്ട്രോൺ പെയർ കൂടി വന്നു, അപ്പോൾ അതിന് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറയാം. ഇപ്പോൾ സെനോൺ 1 2 3 4 5 6 ബോണ്ട് പെയർ 6 ആയിരുന്നെങ്കിൽ ഫ്ലൂറിൻ 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 ഇതിലേക്ക് എന്ത് വന്നതുപോലെയാണ് ഒരു ലോൺ പെയർ കൂടി വന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ടുകളൊക്കെ ഒന്ന് കുറച്ച് ചെരിച്ച് വരച്ചാൽ മതി. നമ്മൾ എങ്ങനെ വരക്കും? സെനോണ് ഇവിടെ ഈ ബോണ്ടിനെ ഞാൻ കുറച്ചൊന്നും കൂടി ചെരിച്ച് വരച്ചു. ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്. വരക്കുന്നത് കുറച്ച് അവിടെ മാറിപ്പോയി വിചാരിച്ചു, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ. പിന്നെ എന്ത് ചെയ്തു? ഈ ഫ്ലൂറിനെ ഞാൻ കുറച്ചൊന്ന് ചെരിച്ച് വരച്ചു, ഈ ഫ്ലൂറിനെ ഞാൻ കുറച്ചൊന്ന് ചെരിച്ച് വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു ദാറ്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത്, ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഇതല്ല, ഇതാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് XeO3. XeO3 എന്ന് പറയുമ്പോൾ അത് ഡബിൾ ബോണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ ഓക്സിജനും ഡബിൾ ബോണ്ട് ആണ്. 3 ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി അവിടെ 6 ഇലക്ട്രോൺസിനെ സെനോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും VSEPR തിയറിയിൽ പറയുന്നുണ്ട് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ഇൻ ദ സെയിം വേ ആസ് എ സിംഗിൾ ബോണ്ട്. നമ്മൾ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും ഒക്കെ സിംഗിൾ ബോണ്ടിൻ്റെ അതേ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ബോണ്ട് പെയർ ആയിട്ട് നമ്മൾ എടുക്കുക 3 തന്നെയാണ്. നന്നായി ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ട് ഉള്ളത് 3 തന്നെയാണ്. 1 2 3 ഇങ്ങനെ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ മനസ്സിലാക്കുക 6 ഇലക്ട്രോൺസിന് യൂസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ബോണ്ട് പെയർ 3 ആണ്. ഓക്കെ, ബോണ്ട് പെയർ 3 ആണ്, 6 ഇലക്ട്രോൺസിന് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ലോൺ പെയർ എത്ര ഉണ്ടാവും? ടോട്ടൽ 8 ആണുള്ളത്. ആ 8ൽ 6 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ 2 ഉണ്ട്, അപ്പോൾ ഒരു പെയർ 1 ആണ്. ഓക്കെ, സോ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് 4 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ. അപ്പോൾ ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ സെനോണെന്ന് 1 2 3 4 ഇങ്ങനെ വരേണ്ടത്. പക്ഷെ അതിൽ 1 ലോൺ പെയർ ആണ്. അതായത് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ട്രയാഗണൽ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാഗണൽ പിരമിഡൽ എന്നാ പറയുക, ഓർ സിംപ്ലി പിരമിഡൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, സെനോൺ XeO3 ചോദിച്ചാൽ 3 ഡബിൾ ബോണ്ട് O ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 6 ഇലക്ട്രോൺ യൂസ് ചെയ്തു, ബാക്കി 2 അത് ലോൺ പെയർ. സോ ദാറ്റ് ഈസ് പിരമിഡൽ. അത് VSEPR തിയറി നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും അത്. ഐ ഡോണ്ട് നോ ഹൗ യു റിമെമ്പർ ദാറ്റ്, ഹൗ മച്ച് യു റിമെമ്പർ ദാറ്റ്. പിന്നെ ഇവിടെ ഉള്ളത് ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ഇത്രയും കോമ്പൗണ്ടുകളാണ് കൊടുത്തത്. XeOF4. XeO2F2 ഒന്നും കൊടുത്തിട്ടില്ല. XeOF4. XeOF4 എന്ന് വെച്ചാൽ Xയിൽ നിന്നും ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്, പിന്നെ 4 ഫ്ലൂറിനും ഉണ്ട്. 4 ഫ്ലൂറിൻ. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, 4 ഫ്ലൂറിൻ. എത്ര എണ്ണത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 എണ്ണത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. 6 എണ്ണത്തിന് യൂസ് ചെയ്താൽ പിന്നെ അവിടെ ഉള്ളത് എന്താണ്? ഒരു ലോൺ പെയർ ആണ്. അപ്പോൾ ആ ലോൺ പെയറിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഷേപ്പ് എടുത്താൽ ദാറ്റ് ഈസ് ഒരു സ്ക്വയറിൽ ഒരു പിരമിഡ് വന്നതുപോലെയാണ്. സോ ദാറ്റ് ഈസ് സ്ക്വയർ പിരമിഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളുടെ ഷേപ്പ് നിങ്ങൾ ഓർത്ത് വെക്കണം. XeF2ൻ്റെത്, XeF4ൻ്റെത്, ഓക്കെ, അതേപോലെ XeF6ൻ്റെത്, അതേപോലെ XeOF4ൻ്റെതും XeO3ൻ്റെതും. ഓക്കെ, ഓരോന്നിൻ്റെ ഷേപ്പ് ചിലപ്പോൾ ചോദിക്കും. XeO3ൻ്റെതൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ? ആൻഡ് ഫൈനലി ദ യൂസസ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഹീലിയം എന്ന് പറയുന്ന ഒരു നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് വെരി ലൈറ്റ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫില്ലിംഗ് ബലൂൺസ്. ലൈറ്റ് ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ പോലെ ഹീലിയം ബലൂൺ. ഓക്കെ, ഫോർ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻ. മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് സ്റ്റഡീസിനാണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗ്യാസ് കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. ദേ ആർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ലിക്വിഡ് ഹീലിയം ഫൈൻ യൂസ് ഇൻ ക്രയോജനിക് ഏജന്റ്. ക്രയോജനിക് ഏജന്റ് എന്ന് വെച്ചാൽ കൂളിംഗ് ഏജന്റ് ആണ്. ഫോർ ക്യാരിയിങ് ഔട്ട് വേരിയസ് എക്സ്പെരിമെൻറ്റ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ നടത്തുന്ന എക്സ്പെരിമെൻറ്റിൽ ക്രയോജനിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഹീലിയം ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ പവർഫുൾ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ യൂസ്ഡ് ഇൻ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോമീറ്റേഴ്സ്. അങ്ങനെയൊന്നും വേണ്ട.
MRI സ്കാനിങ് ഒക്കെ ഉണ്ട്. ഹീലിയം ഈസ് യൂസ്ഡ് ആസ് എ ഡൈലുവൻറ്റ് ഫോർ ഓക്സിജൻ. നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ സിലിണ്ടറിൽ ഹീലിയം മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു വെരി ലോ സൊല്യൂബിലിറ്റി ഓഫ് ബ്ലഡ്. നമ്മളത് സൊല്യൂഷൻസിൽ പഠിക്കുന്നതാണ്. നിയോൺ ഈസ് യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്സ് and fluorescent bulbs for advertisement display purpose. Neon bulbs are used in botanical gardens and greenhouses. Argon is mainly used to provide inert atmosphere. ഏതെങ്കിലും റിയാക്ഷനിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആർഗൺ യൂസ് ചെയ്യും. ആൻഡ് മെറ്റലർജിക്കൽ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ബൾബ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ നോ സിഗ്നിഫിക്കൻറ്റ് യൂസസ് ഫോർ xenon ആൻഡ് ക്രിപ്റ്റോൺ. കാര്യമായിട്ട് xenonനും ക്രിപ്റ്റോണിനും യൂസസ് ഒന്നുമില്ല, പക്ഷേ ദേ ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് ബൾബ്സ് ഡിസൈൻഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ഡിസൈനിങ് ബൾബ്സിലൊക്കെ ആർഗണും ക്രിപ്റ്റോണും യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും 2-3 എക്സാമ്പിൾസ്, ഏതെങ്കിലും 2-3 മാക്സിമം ഒരു 4 യൂസസ് ദാറ്റ് ഫോർ എനി ഹീലിയം ആയിക്കോട്ടെ നിയോൺ ആയിക്കോട്ടെ ഏതെങ്കിലും 4 യൂസസ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ നിന്നാണ് അതിൽ 99% ക്വസ്റ്റ്യൻസും വരുന്നത്. അവിടെ നിങ്ങൾ നൈട്രജൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിക്കണം, കോണ്ടാക്ട് പ്രോസസ്സ് പഠിക്കണം, ഫോസ്ഫൈന് പഠിക്കണം, ഫോസ്ഫറസിൻ്റെ ക്ലോറൈഡുകൾ പഠിക്കണം. അങ്ങനെ അതേപോലെ ഈ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അതേപോലെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഗ്രൂപ്പ് 80-ലുള്ള xenon കോമ്പൗണ്ടിൻ്റെ ചില പ്രിപ്പറേഷൻസ്, ചിലപ്പോൾ XeF2ൻ്റെ, XeF4ൻ്റെ, XeF6ൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഹൈഡ്രോളിസിസ്, അതേപോലെ അതിൻ്റെ ഷേപ്പ്. ഓക്കെ, അപ്പം വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും എക്സാമിന് വെരി ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.